വടകരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡും മലബാറിലെ UDF സ്ഥാനാർത്ഥികളും ഉറച്ചുനിന്നതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടത്. മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മേൽ സമ്മർദ്ദം ശക്തമാണ്. KPCC സെക്രട്ടറി പ്രവീൺ കുമാറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. വിജി പി ജോസ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലമും, വടകരയിൽ നിന്ന് KK ഷിതയും ചേർന്നു. ആദ്യം മിജിയും, മുല്ലപ്പള്ളിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടല്ലോ, അണികളുടെ ആവശ്യവും ശക്തമാണ്. ഒടുക്കം മുല്ലപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത ഏറുന്നുണ്ടോ? അത്തരത്തിലൊരു നീക്കം ഉണ്ടാകണമെങ്കിൽ, കാരണം ഈ നിലവിൽ തീരുമാനിച്ചിട്ടുള്ള ഈ മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ പട്ടിക ഇന്നലെ തന്നെ ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. അത് വിശകലനം ചെയ്ത് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തുകയാണ് എങ്കിൽ മാത്രമായിരിക്കും മുല്ലപ്പള്ളി മത്സരിക്കുന്നതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു ധാരണയിലെത്തി ഒരു പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. വയനാട് T സിദ്ദിഖ്, വടകരയിൽ പ്രവീൺ കുമാർ, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്ന നിലയിലുള്ള ഒരു പട്ടികയാണ് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ രീതിയിൽ സമ്മർദ്ദം ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു നിർണായകമായ തീരുമാനമെടുത്താൽ മാത്രമായിരിക്കും ഇതിലൊരു മാറ്റം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഔദ്യോഗിക ചർച്ചകളെല്ലാം നേതാക്കൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയത്. എന്നാൽ അതിനുശേഷം വലിയ രീതിയിൽ സമ്മർദ്ദം ശക്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ ഹൈക്കമാൻഡിലേക്ക് സന്ദേശങ്ങൾ അയച്ചു. UDF സ്ഥാനാർത്ഥികൾ തന്നെ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ ബന്ധപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സമീപ മണ്ഡലങ്ങളിലെ കൂടി മത്സരത്തെ സാരമായി ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. LDFന്റെ P ജയരാജനാണ് മണ്ഡലത്തിലുള്ളത്. അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏറെ ആരോപിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരായ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം എന്നുള്ള ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. RMP അടക്കമുള്ള പാർട്ടികളും സമാന ആവശ്യം ഉന്നയിച്ചു വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ബന്ധപ്പെടുകയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തന്റെ നിലപാട് ആവർത്തിച്ചു. മത്സര രംഗത്തേക്ക് താനില്ല, KPCC പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ഭാരിച്ച ചുമതല ഗുണമുണ്ട്, അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പട്ടിക മാറ്റമില്ലാതെ നിലവിൽ ഹൈക്കമാൻഡിന്റെ മുന്നിലിരിക്കുകയും ഹൈക്കമാൻഡ് അത് പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ഏറെ വൈകിയാണ് കർണാടകയിൽ നിന്ന് പ്രചാരണ പരിപാടികൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള ചർച്ചയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. ഇന്ന് അത് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് അസ്ലം, തിരുവനന്തപുരത്ത്. അസ്ലം, ഏതായാലും ഇപ്പോൾ പ്രവീൺ കുമാറിന്റെ പേരാണ് ഹൈക്കമാൻഡിന്റെ മുൻപിലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. വേറെ എന്തെങ്കിലും സംഭവിക്കണം ഇനി ഇപ്പോൾ മുല്ലപ്പള്ളിയോ മറ്റോ വരണമെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? കാരണം വടകരയിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് ഈ മത്സരത്തിൽ ഞങ്ങൾ വലിയ കാര്യമായ പങ്കാളിത്തം വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മെസ്സേജ് കൊടുക്കരുത് എന്ന് പ്രവർത്തകർക്കിടയിൽ ആവശ്യമുണ്ട്. ഇപ്പം പിന്തുണയ്ക്കുന്ന RMP പോലും പറയുന്നത് ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് CPIM-ഉം കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്ന ആക്ഷേപം കേൾക്കാൻ ഇടവരുത്തരുത് എന്നാണ്. ആ പ്രശ്നത്തെ സംസ്ഥാന ഘടകം സീരിയസ് ആയി കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതോ പ്രവീൺ കുമാറെങ്കിൽ പ്രവീൺ കുമാർ എന്നതിലേക്ക് അവരും ചുരുങ്ങിയോ? നിഷാദിൽ ഏറ്റവും നിർണായകമാകുന്നത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നിലപാട് തന്നെയാണ്. സംസ്ഥാനത്തെ AI ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് ഭേദമന്യേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ ഇറങ്ങേണ്ടി വരുമെന്നുള്ളൊരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്നും സ്ഥാനാർത്ഥി പാനലുമായി തിരിക്കുമ്പോൾ തന്നെ നൽകിയിരുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പല കുറി പറഞ്ഞെങ്കിൽ പോലും വടകരയിൽ ഒരു നല്ലൊരു ഫൈറ്റ്, നല്ലൊരു പോരാട്ടത്തിന് മുല്ലപ്പള്ളി വേണം എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ വയനാട് സിദ്ദീഖിന് നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തപ്പോൾ വടകരയിൽ അങ്ങ് സിദ്ദീഖിനെ പരിഗണിക്കാം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് മുല്ലപ്പള്ളിയുടെ പേര് പിറകിലേക്ക് പോയത്. അവസാന സമ്മർദ്ദത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ധാരണപ്രകാരം വയനാട് സിദ്ദീഖിലേക്ക് എത്തി എന്നുള്ളൊരു വിവരം, അല്ലെങ്കിൽ ഏറ്റവും അന്തിമ ധാരണ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ മറ്റ് നേതാക്കൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല AICC ഇക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനോട് ഹൈക്കമാൻഡിന് യാതൊരു എതിർപ്പുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വ്യക്തിപരമായ നിലപാട് മാത്രമാണ് ഇപ്പോൾ തടസ്സമാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് മുല്ലപ്പള്ളി ഇറങ്ങട്ടെ എന്നുള്ളതാണ്. അതേസമയം മുല്ലപ്പള്ളി ഇറങ്ങുന്നില്ല എന്നുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് പ്രവീൺ കുമാർ അതോടൊപ്പമുള്ള മറ്റുള്ളവരുടെ പേരുകൾ ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയുക എന്നൊരു നിലപാടിലാണ് മറ്റു നേതാക്കളും ഹൈക്കമാൻഡും ഉള്ളത്. അതേസമയം മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്
വയനാട് സീറ്റ് സിദ്ദീഖിൻ്റെ കാര്യം അന്തിമ ധാരണ എന്ന് പറയുമ്പോൾ പോലും അത് മാറ്റുവാനുള്ള അവസാന ഘട്ടത്തിലെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ശ്രമം ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി സംസ്ഥാനത്തെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. ഏകപക്ഷീയമായ ഒരു തീരുമാനമായിട്ടാണ് ടി സിദ്ദീഖിൻ്റെ സ്ഥാനാർത്ഥിയെ ഐ ഗ്രൂപ്പ് നോക്കിക്കാണുന്നത്. അത് ആ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചേക്കും അത്തരമൊരു ഇത്. അതുകൊണ്ട് തന്നെ ഏതോ അർത്ഥത്തിലുള്ള ഒരു സമവായം ഇക്കാര്യത്തിൽ രൂപപ്പെടണമെന്നോ അവസാനഘട്ട ശ്രമം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇന്ന് ഇടപെട്ടുകൊണ്ട് അവസാന ലിസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ഒരു ശ്രമം എന്ന നിലയിൽ അത് വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഐ ഗ്രൂപ്പിന് വിശ്വാസമില്ല. അതേസമയം അത്തരമൊരു ശ്രമം കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത്. എന്തായാലും വടകരയിൽ മുല്ലപ്പള്ളിയുടെ നിലപാടിനനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക. വയനാട്ടിൽ അന്തിമ ധാരണയിൽ എത്തിയ ടി സിദ്ദീഖിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മാറ്റുവാൻ കഴിയുമോ, സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടി ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും അവസാന നിമിഷത്തിലും ഉണ്ടാകുന്നുണ്ട്. നിഷാദ്. അസ്ലം തുടരുക. ഇപ്പോൾ വടകരയിൽ നിന്ന് KK ഷിദാം, വടകരയിലെ സാഹചര്യം എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ അത് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്? വടകര ഗൗരവത്തിലെടുക്കുന്നില്ല നേതൃത്വമെന്ന പരാതി അവിടുത്തെ കോൺഗ്രസ്സുകാർക്കുണ്ട്. മുസ്ലിം ലീഗിലെ ആളുകൾ തന്നെ ആ കാര്യത്തിൽ എടുക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനത്തോട് പരസ്യമായ വിയോജിപ്പുമായി ഫേസ്ബുക്കിലടക്കം രംഗത്ത് വരികയും മറ്റുമൊക്കെ ചെയ്യുന്നു. RMP ആവട്ടെ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോഴും കോൺഗ്രസ് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് അവിടുത്തെ? കോൺഗ്രസിന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് എളുപ്പത്തിൽ അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയുമോ? നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു കാര്യം ആദ്യം മുതൽ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നത് വിദ്യാ ബാലകൃഷ്ണന്റെ പേരാണ്. ആദ്യ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന ദിവസം വിദ്യാ ബാലകൃഷ്ണന്റെ പേര് രാത്രി വരെ പറഞ്ഞിരുന്നു. അവസാനം പ്രഖ്യാപനത്തോടെത്തുമ്പോഴാണ് അതിന് എതിർപ്പുമായി പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയത്. അത്തരത്തിലുള്ള ദുർബലരായ സ്ഥാനാർത്ഥികൾ വേണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനെതിരെ മുല്ലപ്പള്ളിക്കെതിരെ വ്യാപകമായ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. വിദ്യാ ബാലകൃഷ്ണനെ പോലുള്ളവർ മത്സരിപ്പിക്കരുത്, മുല്ലപ്പള്ളിയുടെ വിദ്യ വടകരയിൽ വേണ്ട എന്നുള്ള രീതിയിൽ വരെ പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു. ആ രീതിയിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് വടകരയിൽ LDF ഇത്രയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി P ജയരാജനെ തന്നെ നിർത്തി മത്സരത്തിനിറങ്ങുമ്പോൾ വെറും ഒരു പേരിന് മാത്രം മത്സരം ഉണ്ടാക്കുകയാണോ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സിദ്ദിഖ് പാന്താവൂർ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. രക്തസാക്ഷികളെ ഓർത്തെങ്കിലും വടകരയിലെ മത്സരത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണണമെന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഇതേ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നായി വടകരയുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. RMPയുടെ കാര്യം എടുത്തു പറയണം. കാരണം RMP മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു കാരണം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരാൾ മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരുന്നു. RMP നേതൃത്വം അത് ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരരംഗത്ത് വരരുത്, മുല്ലപ്പള്ളി വരണം. ആ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളിയോട് ഇത് പലവട്ടം ആവശ്യപ്പെട്ടത് കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് RMP മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് UDFന് നിരുപാധിക പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രവീണിന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ പോലും RMP നേതൃത്വവും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ വടകരയിലെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു നേതാവിനെ ഇറക്കിക്കൊണ്ട് വടകരയുടെ മത്സരത്തിന് കാര്യഗൗരവം ചോർന്നു പോകുന്നുള്ളൊരു സാഹചര്യമാണ് അവർ വിലയിരുത്തുന്നത്. P ജയരാജനെ നേരിടാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, അത്രയും ശക്തനായ ഒരു നേതാവ് വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇപ്പോൾ പ്രവീൺ കുമാറിന്റെ പേര് ഏറ്റവും ഒടുവിൽ പോലും പ്രവീൺ കുമാറിനെ വടകരയിൽ സാധ്യത ഏറി വരികയാണ്. നിഷാദ്.